എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സദ്യ സ്പെഷ്യൽ രസ റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രസം തയ്യാറാക്കാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 സ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടി വന്ന ശേഷം 1 സ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായി 5 കുഞ്ഞുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും 1 തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയുടെ കളറൊക്കെ മാറി ചെറിയൊരു ബ്രൗൺ നിറം ആകുന്നതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലതുപോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്ത് കൊടുത്ത് പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് പൊടികൾ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. തീ ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം. 2 മിനിറ്റൊക്കെ വഴറ്റി കൊടുത്താൽ മതിയാകും. പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കിട്ടും. ഇവിടെ ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1 തക്കാളി നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ചെറുതായി ഒന്ന് വഴന്നു വന്നാൽ മതി. നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് തീ ഒരു ഹൈ ഫ്ലെയിമിൽ വയ്ക്കണം. രസത്തിന് ആവശ്യമായ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്കിനി ഇത് തിളച്ച് വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ രസം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1 പിടി മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് വരെ നമുക്ക് രസം തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുമ്പോൾ തന്നെ ആ കായത്തിൻ്റെയും മല്ലിയിലയുടെയും പ്രത്യേക ഒരു മണമായിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസമാണ്. അങ്ങനെ സദ്യ സ്പെഷ്യൽ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വച്ചിട്ട് 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാവുന്നതാണ്. അപ്പോഴാണ് ഇത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ വരുന്ന ഓണത്തിന് എല്ലാവരും വീട്ടിൽ ഈ രസം റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.